ഇസ് ഇറ്റ് ആൻ അൺഫെയർ എവിക്ഷൻ? ഫെയർ അൺഫെയർ സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിലില്ല. പിന്നെ ഏതെങ്കിലും ഒരു മത്സരാർത്ഥിയോട് ചോദിച്ചാൽ അയാൾ എന്ത് പറയും? അയാൾ പറയും അൺഫെയർ തന്നെയാണ്. സോ എൻ്റെ അഭിപ്രായം അൺഫെയർ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ജനങ്ങളുടെ സൈഡിൽ നിന്ന് ഫെയർ ആണോ അൺഫെയർ ആണോ എനിക്കറിയില്ല. പക്ഷെ എൻ്റെ സൈഡിൽ നിന്ന് അൺഫെയർ ആണ്. ബിക്കോസ് ഈ പറഞ്ഞ പോലെ ഞാൻ അവിടെ നിന്ന് ഇപ്പൊ എന്തെങ്കിലും ഭയങ്കര ബാഡ് അടിച്ച് ഇറങ്ങുവാണെങ്കിൽ ഐ ഫീൽ ലൈക്ക് ഓക്കെ ഞാൻ ഇറങ്ങേണ്ട സമയമായിരുന്നു. പക്ഷേ ഞാൻ ഇറങ്ങുന്ന സമയം എന്ന് പറഞ്ഞാൽ ഈ 3 വീക്ക്ലി ടാസ്ക് അടുപ്പിച്ച് ജയിച്ചൊരു സമയമാണ്. മയമോഹിനി ആയാലും പിന്നെ മറ്റേ ബോൾ ടാസ്ക് ആയാലും സെക്കൻഡ് ആയിരുന്നു. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു അപ്വേർഡ് ഗ്രാഫിൽ നിന്ന് പുറത്തായ ഒരു ആളെങ്കിൽ തോന്നി. അപ്പോൾ ഫെയർ അൺഫെയർ ഇപ്പോഴും എനിക്കറിയില്ല. പക്ഷെ ഐ ഫീൽ ഇറ്റ് ഷുഡ് ഹാവ് ബീൻ ലിറ്റിൽ ബിറ്റ് ഐ കുഡ് ഹാവ് സ്റ്റേഡ് മോർ ഈ ഒരു സമയം ഈ ഒരു ഗ്രാഫ് നോക്കിയിട്ട് ലാസ്റ്റ് വീക്കിന്റെ. പക്ഷെ കുഴപ്പമില്ല, ജനങ്ങളുടെ വിധിയല്ലേ, നമുക്കൊന്നും അതിനകത്തൊന്നും ഡിസിഷൻ മേക്കിങ്ങിലൊന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ഇഫ് ദേ അക്സെപ്റ്റഡ് മീ സോ മെനി ഡേയ്സ് ഐ ആം മോർ ദാൻ ഹാപ്പി. ബട്ട് ഞങ്ങളും എനിക്ക് തോന്നുന്നു കമന്റ് ബോക്സ് ഒക്കെ നോക്കുമ്പോഴത്തേക്ക് ഓവറോൾ എല്ലാവരും ഒരു ടോപ്പ് 5 പ്രതീക്ഷിച്ച ഒരാളാണ് ആര്യൻ. ഞാൻ ഇപ്പോൾ മിനിയാന്നൊക്കെ ഫോണിൽ ഇങ്ങനെ തുറന്ന് നോക്കിയപ്പോൾ കുറെ കമന്റ്സും കുറെ വീഡിയോസ് ഒക്കെ ഉണ്ട്. സോ ഐ തിങ്ക് പീപ്പിൾ ആർ ഷോയിങ് ലവ് ഓൺ സോഷ്യൽ മീഡിയ. ഐ എം ഹാപ്പി അബൌട്ട് ദാറ്റ്. വരെ എനിക്കൊന്നും അവരോട് പറയാനൊന്നുമില്ല. ഞാൻ എല്ലാവരും ഇപ്പോൾ ഈ വന്ന കമന്റ്സ് ഒക്കെ എല്ലാം അൺഫെയർ എവിക്ഷൻ ആര്യൻ. അപ്പോൾ ഞാൻ താങ്ക് യു, ഐ ഹോപ്പ് ദ സെയിം, ഐ വിഷ് ദ സെയിം, ഐ വിഷ് ഐ കുഡ് ഹാവ് സ്റ്റേഡ് മോർ ലോങ്ങർ. സോ അങ്ങനെ ഈവൻ ആര്യനെ ഇഷ്ടമില്ലാത്തവർ പോലും കമന്റ് ഇടുന്നത് ആര്യനെ ഇഷ്ടമില്ല, ബട്ട് ആര്യൻ ഫൈനൽ വരെ ഇല്ലെങ്കിൽ ബോറിംഗ് ആകും. അല്ലേ? അങ്ങനെ ആര്യനെ ഇഷ്ടമില്ലാത്തവർ പോലും അങ്ങനെയായിരുന്നു പറയുന്നത്, ബോറിംഗ് ആകും. ഈ എന്നോട് എന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, പൂജിതയും ഇവരൊക്കെ. അപ്പൊ ഇവരിങ്ങനെ പറയും ലൈക്ക് എടാ നിനക്ക് ബാഡ് കമന്റ്സ് കുറെ ആൾക്കാർ ഇട്ടിട്ടുണ്ട് നോക്ക്. അപ്പൊ ഞാൻ ഫസ്റ്റ് സ്ക്രോൾ ചെയ്തപ്പോൾ കുറെ ബാഡ് കമന്റ്സ് നോക്കി. ഇവർ തന്നെ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ മിസ് യു ആര്യൻ, വട്ട് എവർ ഹാപ്പൻ വാസ് പാർട്ട് ഓഫ് ദ ഗെയിം, ബട്ട് യു ആർ എ ഗ്രേറ്റ് ഗെയിമർ, ഫൈനൽ 5 വരെ എത്തേണ്ടതായിരുന്നു, എത്ര നമ്മൾ നിന്നെ എത്ര ബാഡ് കമന്റ്സ് എഴുതിയിട്ടുണ്ടെങ്കിലും വി വിഷ്ഡ് യു ടിൽ ദി എൻഡ്. അങ്ങനെ സോ ഐ ഫെൽ ഗുഡ്, ലൈക്ക് ഹേറ്റേഴ്സ് ബിക്കേം മൈ ലവേഴ്സ്. മേ ബി കുറച്ചുകൂടെ നിന്നിരുന്നെങ്കിലാണോ അതോ ഇപ്പൊ ഇറങ്ങിയത് തന്നെയാണോ ബെറ്റർ? ഇപ്പൊ എന്ത് തോന്നുന്നു? സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു ക്വസ്റ്റ്യനിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ആൻസർ ഇല്ല. ഇപ്പൊ ഇറങ്ങണോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങണോ? ഞാൻ ടോപ്പ് 5 മൈൻഡിൽ എക്സ്പെക്ട് ചെയ്തിരുന്നു. ഞാൻ പിന്നെ ആ മാതിരി ഞാൻ എഫേർട്ട് അവിടെ ഇട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ മറ്റേ എൻഡ്യൂറൻസ് ടാസ്ക് ആയാലും 5 മണിക്കൂർ 10 മണിക്കൂർ ഞാൻ വണ്ടിയിൽ ഐ ബീൻ ദെയർ നോട്ട് ലുക്കിംഗ് ഈ ടിക്കറ്റ് ഫിനാലെ നോക്കാൻ വേണ്ടി മാത്രമല്ല, ഞാൻ ജയിക്കാൻ വേണ്ടി നിന്നൊരു സമയമുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ വിചാരിക്കും ഇപ്പോൾ പോകേണ്ട ആവശ്യം ഉണ്ടായില്ല, ഷുഡ് ഹാവ് സ്റ്റേഡ് മോർ ലോങ്ങർ. ബട്ട് പറഞ്ഞ പോലെ ഞാൻ എന്തെങ്കിലും ആ വീക്ക് ഷുഡ് ഹാവ് ഗോൺ ബാഡ് ഫോർ മീ. ദാറ്റ്സ് വൈ എല്ലാം വോട്ട്സ് എല്ലാം പോയി, ഞാൻ കിട്ടിയില്ല. മേ ബി എവിടെയാണ് ആര്യന് പാളിപ്പോയത്? അതാ പറഞ്ഞ ഈ ക്വസ്റ്റ്യനിൽ ആരും ചോദിച്ചു എന്നോട് ആര്യന് എന്ത് തോന്നുന്നു, എന്താ ബെറ്റർ ആക്കാനുള്ളത്. അപ്പം ഞാൻ ആ സമയത്ത് എനിക്ക് മൈൻഡിൽ നിന്ന് എന്തോ പറയാനുണ്ട്, ലൈക്ക് ഏട്ടാ ഇങ്ങനെ ശരിയായില്ല. പക്ഷെ ആ സമയത്ത് ചിന്തിക്കാൻ പറ്റില്ല ഞാൻ എന്താണ് അത്ര ബാഡ് അടിച്ചത്. ഞാൻ ക്യാപ്റ്റൻ ആയാണോ ബാഡ് ആയത്? എൻ്റെ കൂടെ 2 ആൾക്കാരും കൂടി ഉണ്ടായിരുന്നു, നെവിനും അക്ബറും. അപ്പോൾ നമ്മൾ 3 പേര് ഒരുമിച്ച് ചെയ്തൊരു കുറ്റം ആകെ ഫേസ് ചെയ്തത് ഞാൻ. അതിൻ്റെ കോൺസിക്വൻസസ് അത് എനിക്കൊന്ന് നെവിൻ ഓൾസോ ഭയങ്കര ഷോക്കായിരുന്നു. നെവിൻ സേവ്ഡ് എന്ന് പറഞ്ഞപ്പോൾ നെവിൻ തന്നെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ്. ഞാനല്ലേ അല്ലേ? ആ ഒരു ടൈമിലെങ്കിലും ആരും വിചാരിച്ചിരുന്നോ ഓക്കെ അപ്പൊ ആ വീക്ക് എവിക്ഷൻ ഇല്ലാന്നായിരിക്കും? ഇല്ല. ആ സമയത്ത് എൻ്റെ മൈൻഡിൽ നെവിൻ സേവ് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി ഞാൻ അവിടെ പോയി, ഞാൻ അവിടെ എവിക്റ്റായി പോയി. പിന്നെ ആ സമയത്ത് വന്ന തോട്ട്സ് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ പോകേണ്ട സമയമല്ലല്ലോ, തുണികളൊന്നും പാക്ക് ചെയ്തിട്ടില്ലല്ലോ, ഓവർ കോൺഫിഡൻസ് ആയിപ്പോയോ, അങ്ങനെ ഞാൻ എന്താ തെറ്റ് ചെയ്തത്, എങ്ങനെയായിരുന്നു വോട്ടിംഗ് നടന്നത്, എന്തെങ്കിലും ഞാൻ ജനങ്ങളെ എങ്ങനെ അപ്സെറ്റ് ആക്കാൻ വേണ്ടി എന്താ ചെയ്തത് ഈ വീക്ക്, അങ്ങനെ ആ ചിന്തയിൽ ഫുൾ ബാഡ് തോട്ട്സ് ആയി മൈൻഡിൽ. പിന്നെ ലാലേട്ടൻ സത്യം പറഞ്ഞാൽ വന്നപ്പോ ഒരു കെട്ടി പിടിച്ചു തന്നെ. ലാലേട്ടൻ ഗുഡ് ഗെയിമർ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ്സ് കേട്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു അയ്യോ ഇതാണ് എൻ്റെ വിക്ടറി. ലാലേട്ടൻ അത്ര വേർഡ്സ് പറഞ്ഞു, എന്നെ ഹഗ് ചെയ്തു, അത്ര സ്നേഹം കാണിച്ചു. എനിക്ക് വേണ്ടി പേഴ്സണലി അതാണ് എൻ്റെ വിക്ടറി. കപ്പോ ഇല്ലെങ്കിൽ പറഞ്ഞ പോലെ ജനങ്ങൾ തന്നെ അക്സെപ്റ്റ് ചെയ്തു. എത്രയോ ആൾക്കാർ എയർപോർട്ടിൽ വന്ന് മീറ്റ് ചെയ്തു. ഞാനിപ്പോൾ പുറത്ത് പോയാലും ഭയങ്കര ഷോയിങ് സോ മച്ച് സ്പ്രെഡിങ് സോ മച്ച് ലവ്. അപ്പോൾ എനിക്ക് വേണ്ടി ഈ പറഞ്ഞ പോലെ ആ കപ്പ് മാത്രമില്ല, ബാക്കി ആ കിട്ടിയ ബിഗ് ബോസ് തന്നൊരു പ്ലാറ്റ്ഫോം, ഫെയിം, എവറിത്തിങ് ഐ ആം വെരി വെരി ഗ്രേറ്റ്ഫുൾ ടു ഇറ്റ്. വ്യൂവേഴ്സ് എയർപോർട്ടിന്റെ അവിടെ വന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ആര്യൻ ഇറങ്ങി വന്ന സമയത്ത് കുറച്ച് ഫോറിനേഴ്സ് ഒക്കെ ഫ്രണ്ടിൽ ഡാൻസ് കളിക്കുന്നത്. അവർ ഭയങ്കര ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇവൻ ഏതാന്നൊക്കെ ആ ഒരു മൈൻഡ് ഉണ്ടല്ലോ, ഇവൻ ഏതാ ഇത് കണ്ടിട്ടില്ലല്ലോ. ഒരു മൈക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്ക് കേക്കാന്ന് കരുതിയിട്ട് അത് ഭാഗം ഒന്ന് കഴിക്കാൻ പോയി. അങ്ങനെ എൻ്റെ ലൈഫിലത്തെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ. ഞാനിങ്ങനെ ഈ പറഞ്ഞ പോലെ ഞാൻ ലൈഫിൽ ഇങ്ങനെ ഇമാതിരി ക്രൗഡിന്റെ ഫ്രണ്ടിൽ ഞാൻ കണ്ടിട്ടില്ല. എന്നെ അക്ഷരത്തിൽ ആരും മൈൻഡും ചെയ്യാറില്ല ഇതിനു മുമ്പൊക്കെ. ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ എവിടെയോ ആഡിൽ കണ്ട പോലൊരു പയ്യൻ അങ്ങനെയൊക്കെ ഹായാലോ പറയാറുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ ഈ എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു വാസ്റ്റ് എമൗണ്ട് ഓഫ് ഈ പറഞ്ഞ പോലെ സഡൻ ലൈഫിലൊന്നും കിട്ടാത്തൊരു ഫെയിം ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ക്രൗഡാണ്. അപ്പോൾ
ഈ മൈക്കൊക്കെ ഇങ്ങനെയൊന്നും വന്നിട്ടില്ല എന്റെ മൈൻഡില്. അപ്പൊ ഒരു ഈ പറഞ്ഞ പോലെ ചാനലിൽ ഒരാളിങ്ങനെ മൈക്ക് കാണിച്ചപ്പോ ഞാൻ ആന്ന് കാണിച്ചു. പിന്നെ എന്റെ ബാക്കിൽ നിന്ന് ഒരാൾ തട്ടി, എടാ മൈക്ക്, എടാ കേക്കല്ല മൈക്കാന്ന്. അപ്പൊ ഞാൻ താങ്ക് യു കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് തിരിഞ്ഞപ്പോ അവിടെ ഒറ്റ ഓട്ടം. അതൊക്കെ ഭയങ്കര, അത് ട്രോളായില്ല, ഭാഗ്യം. സത്യം, നിങ്ങൾ ഇനി ട്രോളാക്കല്ലോ. ഇല്ല, ആര്യന്റെ ഈ ലാസ്റ്റത്തെ നിങ്ങളുടെ അത്രയും ദിവസത്തെ ജേർണി കാണുന്ന സമയത്ത് ഒരു ഫുൾ പാക്കേജ് ആയിരുന്നു. ഇല്ലാത്ത ഒരു ഇമോഷൻ ഇല്ല. ഫണ്ണിന് ഫണ്ണ്, മണ്ടത്തരത്തിന് മണ്ടത്തരം, കോമഡിക്ക് കോമഡി, പിന്നെ അതേപോലെ ദേഷ്യം, എല്ലാം ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു ലവ്, എല്ലാവരോടും ഉള്ള ഒരു എംപതി, എന്നാൽ അതുപോലെ തന്നെ ആളുകളെ നല്ല ചൊറിയുന്നുണ്ട്, എല്ലാം ഒരു ഫുൾ പാക്കേജ്. എല്ലാവരും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ബിഗ് ബോസ് പാക്കേജ്, ഒരു റിയാലിറ്റി ഷോ മെറ്റീരിയൽ ആണ് പല റിവ്യൂവേഴ്സും ഞാൻ പറയുന്നത് കണ്ടു. ആ ഒരു ആര്യനെ തന്നെ ഇപ്പോഴും കാണുന്നത്. മുഖത്ത് ഒരു മിനിറ്റിൽ തന്നെ എത്ര ഇമോഷൻസ് ആണ്. അല്ല, ഈ കാര്യത്തിന് വേണ്ടി ഞാൻ വീട്ടിൽ ട്രോൾ ആയിട്ടുണ്ട്. എടാ നീ ചൂടാവുന്നുണ്ടോ, അല്ലെങ്കിൽ നീ ഹാപ്പി ആണോ മനസ്സിലാവണല്ലോ ആര്യൻ. നീ ഫൈറ്റ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ആംഗ്രി ആവണം, അല്ലെങ്കിൽ ഹാപ്പി ആണെങ്കിൽ നീ ഭയങ്കര എക്സ്ട്രീം ആണല്ലോ. എൻ്റെ ഇമോഷൻസ് ഞാൻ ഭയങ്കര ഇമോട്ട് ചെയ്യുന്ന ഒരാളാണ്. ലൈക്ക് ഇഫ് ഐ എം എക്സ്പ്ലെയിനിങ് സംതിങ് ടു യു, ഞാൻ നല്ലോണം അത് എക്സ്പ്ലെയിൻ ചെയ്യും. അതെന്റെ ഒരു ടൈപ്പാണ്. ആര്യന്റെ മെച്യൂരിറ്റി എല്ലാവരും പറഞ്ഞ ആര്യൻ ഇമ്മച്യൂർഡ് ആണ്, അതുകൊണ്ട് ആര്യന് കുറച്ച് പാളിപ്പോയി. ആര്യൻ അങ്ങനെ തോന്നുന്നുണ്ടോ ഇമ്മച്യൂർഡ് ആണ്? സത്യം പറഞ്ഞാൽ പല ആൾക്കാർ പല സ്ട്രാറ്റജി വെച്ചിട്ട് വീട്ടിൽ വന്നിരിക്കുകയാണ്. ഇപ്പൊ ഈ അനീഷിന്റെ സുപ്രഭാതം, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അനുമോളുടെ കരച്ചിൽ, അപ്പൊ ഇവരായ ഒരു ഇതുണ്ട്, ഇവരായ ഒരു ഫോട്ടോ ഉണ്ട്, സ്റ്റൈൽ ഉണ്ട് ഈ വീട്ടിൽ നിൽക്കാൻ. അപ്പൊ പക്ഷെ ഞാൻ ഈ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഓണസ്റ്റ്ലി നിങ്ങൾ പറയാം, ഐ നോട്ട് സ്പോക്കൺ ടു എനിവൺ അബൌട്ട് ദിസ്. ഞാൻ അങ്ങനെ മൈൻഡിൽ സ്ട്രാറ്റജി ഇല്ല. ഞാൻ ലാസ്റ്റ് സീസൺസ് അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. ഞാൻ സീസൺ 6 ജിൻഡോയുടെ ജയിച്ച വർഷം, ഗബ്രി, ആ സീസണൊക്കെ ഞാൻ കുറെ മെയിൻ സാധനങ്ങൾ കണ്ടു, ടാസ്ക് കണ്ടു. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ ഒരു ഐഡിയ വെച്ചിട്ട് മൈൻഡിലാണ് ഈ സീസൺ പോയത്. അപ്പോൾ എനിക്ക് എക്സാക്ട്ലി എന്താ ചെയ്യണമെന്ന് അറിയില്ല. എങ്ങനെ നിൽക്കണം, ആൾക്കാർക്ക് ഈ ജനങ്ങൾക്ക് എന്ത് ഇഷ്ടപ്പെടും, പിന്നെ ഇങ്ങനെ നിന്നാലേ വോട്ട്സ് വാങ്ങിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ എൻ്റെ മൈൻഡിൽ ഈ പറഞ്ഞ ഒന്നും ഇല്ല. ഫസ്റ്റ് 2 വീക്സ് എക്സ്പ്ലോറിങ് ആയിരുന്നു. എല്ലാവരും നോക്കാം വീട്ടിൽ ആരൊക്കെ എന്തുണ്ട്, എങ്ങനെ സംസാരിക്കുന്നു, പിന്നെ ടാസ്ക്. എൻ്റെ മെയിൻ മോട്ടീവ് എനിക്ക് ആകെ ആയിരുന്നു ഈ പറഞ്ഞ ടാസ്ക്സാണ്. ആ ടാസ്ക് എങ്ങനെ മാക്സിമം ബെറ്ററൈസ് ചെയ്യാൻ പറ്റും ആണ് മാത്രം എൻ്റെ ഈ മൈൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമാണ് എനിക്ക് അറിയുന്ന സാധനങ്ങൾ. ബാക്കി എന്ത് സംസാരിക്കണം, ആരോട് സംസാരിക്കണം. അതുകൊണ്ട് ഞാൻ ഈ ഷോയിൽ ഫസ്റ്റൊക്കെ പോയപ്പോൾ ഞാനിങ്ങനെ എല്ലാവരോടും ചേട്ടാ, ഷാരിക ചേച്ചി, സരിക ചേച്ചി, ഷാനവാസിക്ക, അക്ബർക്കാക്ക്, ആ ഒരു സംസാരത്തിൽ ഞാൻ തുടങ്ങിയത്. പിന്നെ ചില ആൾക്കാർ പറയാം നീ പോയി വീട്ടിൽ പോയി പറയടാ. അപ്പൊ ഞാൻ ദാമ്പോളാ പൂച്ചയെന്ന്. ഞാൻ ഈ മറ്റേ ഷാനവാസിനൊക്കെ തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ പോടാ ആ പൂച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെ, നീ പോടാ പൂച്ച, രുദ്രനാ നിന്റെ വിചാരം, ബോറനാന്നൊക്കെ കുറെ തുടങ്ങിയത് ഇങ്ങനെയാണ്. ചേട്ടാ അങ്ങനെ ചെയ്യരുത് ചേട്ടാ, വെസൽ കടക്ക ചേട്ടാ. പക്ഷെ ഇവര് തിരിച്ച് വിളിക്കണത് തന്തിക്കുന്നുള്ളതൊക്കെയാണ്. അപ്പൊ അവിടെ നിന്നാണ് മനസ്സിലായത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ഈ പറഞ്ഞ ഇമ്മച്യൂരിറ്റി യൂസ് ചെയ്യും. ഈ പറഞ്ഞ പോലെ ചില ആൾക്കാർ ഈ വീട്ടില് ഈ വയസ്സ് കുറഞ്ഞ ആൾക്കാരെ തട്ടിവിടാൻ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. 19 വയസ്സുള്ള റെന ഫാത്തിമ, 23 വയസ്സുള്ള ആര്യൻ, ഇവരുടെ വായനൊക്കെ എന്ത് സെൻസ് വരും. നമ്മൾ ഇത്ര വലിയ ആൾക്കാരാണല്ലോ, ടാസ്ക് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഞങ്ങൾ പറഞ്ഞ ഭയങ്കര പോയിന്റും ഇവര് പറഞ്ഞ പയ്യന്മാരെന്തോ സംസാരിക്കുന്ന പോലെയാ. ഈ മെന്റാലിറ്റി ഫസ്റ്റ് വരാൻ തുടങ്ങിയ ആൾക്കാർക്ക്, ഞാൻ ഈ ചേട്ടാവെളി ആ സമയത്തൊക്കെ. പക്ഷെ അവിടെ നിന്നൊരു ഷിഫ്റ്റ് ഉണ്ട്. ഈ മോർണിംഗ് ടാസ്കിലൊക്കെ വരുമ്പോൾ ഞാൻ എല്ലാവരും ഇങ്ങനെ ഗുഡ് മോർണിംഗ്, നമസ്കാരം എല്ലാവർക്കും. ഞാൻ പറയാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന ഈ പേര് എന്ന് പറഞ്ഞാൽ അനീഷ് ഏട്ടൻ്റെ ആയിരിക്കും. ഞാൻ കുറച്ചും കൂടി സീരിയസ് ഞാൻ തുടങ്ങിയത് ഈ പറഞ്ഞ ഫണ്ണിലാണ്. ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നത് അനീഷ് ഏട്ടനെ ആയിരിക്കും. ഇങ്ങനെ ചിരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആൾക്കാർ കോമഡിയൊക്കെ എടുക്കും എന്നെ. ഫസ്റ്റ് 2-3 വീക്സ് അതായിരുന്നു. എന്നെ കോമഡിയാക്കി ഇട്ടു, പിന്നെ ബേറ്റ് പോലെ യൂസ് ചെയ്തു, ക്യാപ്റ്റനൊക്കെ ആക്കി. എനിക്ക് മനസ്സിലായി, എൻ്റെ മൈൻഡിൽ അത് പോകുന്നുണ്ട്. പക്ഷെ അവിടെ നിന്ന് ഞാൻ ഈ പറഞ്ഞൊരു ഷിഫ്റ്റ് ഉണ്ട്, ഷിഫ്റ്റിന് ആറ്റിറ്റ്യൂഡ്. എല്ലാ സ്ഥലത്തും കോമഡിയും കോപ്രായം കാണിക്കും, അതാണ് എൻ്റെ ആറ്റിറ്റ്യൂഡ്. ഞാൻ അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ ജനങ്ങളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഐ എം ലിറ്റിൽ ഈ പറഞ്ഞ പോലെ ഹൈപ്പർ ആക്റ്റീവ് ആണ്. ഭയങ്കര ആക്റ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കും, സംസാരിക്കും, എല്ലാവരുടെയും ഇടപെടും, അങ്ങനെ പോലത്തെ ഒരാള്. പക്ഷെ ടാസ്കിലോട്ട് വരുമ്പോൾ ഞാൻ ഭയങ്കര മെച്ചൂരിറ്റിയും സീരിയസ് ആയിട്ട് മാത്രം സംസാരിക്കുള്ളൂ. ദാറ്റ് ഈസ് മൈ സ്പേസ് ടു കണക്ട് വിത്ത് പീപ്പിൾ ഹു ആർ മെച്ചൂർ. മനസ്സിലായി. ബാക്കിയുള്ള സമയത്ത് എൻ്റെ ആറ്റിറ്റ്യൂഡാണ്. എല്ലാ സ്ഥലത്തും ഞാൻ മറ്റേ ഈ പറഞ്ഞ കോമാളിത്തരം ഒന്നും കാണിച്ചിട്ടില്ല. കാണിക്കുന്ന സ്ഥലത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതല്ലാത്ത ഞാൻ ബാക്കിയ സമയത്ത് ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് തന്നെ ഗെയിമിന് എടുത്തിട്ടുണ്ട്. അതായിരുന്നു എൻ്റെ പോയിന്റ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി അത് കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പൊ ആരും അത് കഴിഞ്ഞിട്ട് കളിയാക്കിയിട്ടില്ല.